വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് റെഡിയായി വരുന്നുള്ളൂ, അതാണ് ഇങ്ങനെ ഒരു അടഞ്ഞ സൗണ്ടിൽ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ മാളു സ്റ്റോറീസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. അമ്മേൻ്റെ സിസ്റ്ററുടെ മോളുടെ മാരേജ് ആണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാനും അമ്മയും ഐഷും പിന്നെ അമ്മയ്ക്ക് 4 സിസ്റ്റേഴ്സാണ്. അതിലേറ്റവും മൂത്ത ആളുടെ മോനും 2 മക്കളും കൂടിയാണ് നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഷോപ്പിംഗ് വ്ളോഗ് പ്ലസ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീഡിയോ വാച്ച് ചെയ്യുക. എൻ്റെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇതൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ബസ് ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ പോകുന്നത് SM സ്ട്രീറ്റിലോട്ടാണ്. അതതിൻ്റെ ബാക്കിൽ 2 ആൾ അടി ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, സൺഡേ SM സ്ട്രീറ്റിന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാലിക്കറ്റ് SMൻ്റെ കഥ നല്ല വെയിലാണ്, കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇഷ്ടമായില്ല. പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വമ്പൻ ടാസ്ക്കാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഷോപ്പിങ്ങിൽ. എന്നാലും ഞാൻ മാക്സിമം ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഗൈസ്. അത് യൂസ് ചെയ്ത് നോക്കി, പെയർ ചെയ്ത് നോക്കി ഗൈസ്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മൂത്രപുത്രൻ കാമമൂർത്തി പറയുന്നത്. ഇതാണ് എൻ്റെ അനിയത്തി. അവളെ പിന്നെ ആർക്കും അറിയില്ലല്ലോ, സൗണ്ട് കിട്ടുന്നില്ല. ഇതെൻ്റെ ഇട്ടോട്ട് ഇട്ട് പുറത്തേക്ക് വന്നില്ല. 10 വർഷവും കൂടുതലല്ലേ. പക്ഷെ ഇത് നെക്ക് കുറച്ച് കയറിയിട്ടല്ലേ കിടക്കുന്നത്, ഇറങ്ങി ഇങ്ങനെ കിടക്കുന്നതാണ് കുഴപ്പമില്ല. എന്താ അറിയോ, ഒന്നാണ് ലൂസാകുമ്പോൾ കുറച്ചുകൂടെ കയറുമോ, ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ താവും. അതിന് ചോപ്പ് കല്യാണല്ലേ? അല്ല, എനിക്കിതൊന്ന് സെപ്പറേറ്റ് എടുക്കാം. അത് സെയിം ആ റെഡിൻ്റെ വേറെ കളർ ചേഞ്ച്. അങ്ങനെ നമ്മൾ ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കിനി നേരെ നമ്മൾ SM-ലേക്ക്. അത് SM പോകുന്നതിൻ്റെ മുന്നുള്ള ഷോപ്പാണ് സംഗീത്. അപ്പോൾ അവിടെ കയറിയിട്ടാണ് നമ്മളെടുത്ത്. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ നിങ്ങൾ വരിക, മേടിക്കുക. ഇത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയില്ല, എൻ്റെ സെൽഫ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാണ്. ഇനി നമുക്ക് നേരെ SM സ്ട്രീറ്റിലോട്ട് പോവാം. ഷോപ്പിങ്ങിൻ്റെ വീഡിയോസൊന്നും മാക്സിമം എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ കഴിയുന്നതും എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ SM-ൽ പോകുന്ന പ്ലാൻ മാറ്റി ഫുഡ് കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പിന്നെ നമുക്ക് ഇനി ഷോപ്പ് ചെയ്യാൻ പോയൊന്നും കാണൂല വിശന്നാൽ. പിന്നെ നമുക്കൊരു കാമല്ലേ. ഞാനും സജ്ജു വണ്ടിയിൽ, ബാക്കിയുള്ളൊരു ഓട്ടോറിക്ഷയിലാണ്. നമ്മൾ നെഹദിയിലോട്ടാണ് പോകുന്നത്. എല്ലാവർക്കും മന്തി മതി എന്ന് പറഞ്ഞു, വേറെ അപ്പുറത്തേക്കൊരു ചോയ്സ് ഇല്ല. അപ്പം നമുക്ക് നെഹദി പോയി മന്തി കഴിക്കാം. നെഹദിയിലെ മന്തി എടുത്ത് പറയേണ്ടല്ലോ, അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് നെഹദിയിൽ വന്ന് നമ്മൾ നല്ലൊരു ഓപ്പൺ സ്പേസ് കിട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല രസമുണ്ടല്ലേ അവിടെ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഗൈസ്. എൻ്റെ സൗണ്ട് നേരെ വരുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് കാണാം.
റെഡിയാണെന്നൊന്നും അറിയുന്നില്ല. ഹോളിൽ പോയി ഭക്ഷണം കഴിച്ച് വരുന്നത് 5 പീസ് തണുത്ത വെള്ളം ഒരു 5 മിനിറ്റ്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എൻ്റെ ഇപ്പൊ തലതാത്തു. ഗൈസ് നമ്മൾ SM സ്ട്രീറ്റ് എത്തി ഗൈസ്. ചിരിക്കും കട്ടയിലില്ല സാധനം. ഞങ്ങൾ നോക്കി വന്നോട്ടെ, വരിക വന്നോട്ടെ. എന്നോട് പറയാൻ എനിക്ക് പറ്റുന്ന വലിയ ഓവറായിട്ടൊന്നുമില്ല. മറ്റേ എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഒടുക്കത്തെ തിരക്കാൻ. ഞായറാഴ്ച ചെയ്തത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത മറ്റേ കോട്ടൊക്കെ ഒരുത്തിരുന്ന കരിനീല അടിപൊളി എൻ്റെ സ്റ്റൈലിസ്റ്റ്. നോക്കിയാലേ പുറത്തുള്ള വേറെ നല്ല തടി. അത് ഇതിൻ്റെ ഉള്ളിലിടുന്നതിന് വേണ്ടിയില്ല തടി. ഗൈസ് അപ്പോൾ മുട്ടായി തെരുവിലൊന്നും സൺഡേ അവിടെ പോയിട്ട് കാലം അമ്മ തിരക്കി. ഒരു വീഡിയോ പോയിട്ട് ഫോൺ പോലും കയ്യിലെടുക്കാനുള്ള ശേഷി എടുക്കില്ലായിരുന്നു. കുറേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫോൺ സത്യം പറഞ്ഞാൽ എടുത്തത് തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ നെക്സ്റ്റ് പോകുന്നത് സൂര്യയിലേക്കാണ്. അരയെടുത്ത് പാലം. ഇവിടെ വലിയ കളക്ഷൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നമുക്ക് പോവാം. ഈ വ്ലോഗ് എന്താവുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഫുൾ ഷോക്കായിരിക്കും. നമ്മൾ അങ്ങോട്ട് പോവാണ്. നെക്സ്റ്റ് സൂര്യ. അങ്ങനെ പോയി കയറുന്ന വ്ളോഗിൽ കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ 3 മാത്രം സിനിമയ്ക്ക് കയറാൻ പോവാണ്. 6:14 കൽക്കിക്കാണ് പോകുന്നത്. സോ നമുക്ക് നേരെ പോവാം. സമയം കുറച്ചേ ഉള്ളൂ ഗൈസ്. പോലീസ് ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ഫിലിം ബുക്ക് ചെയ്ത് നമ്മൾ വെള്ളം വാങ്ങി. പിന്നെ ഇതാ പോപ്കോണും ഇതൊക്കെ ആയിട്ട് അമ്മേ ഇന്ന് ചത്തക്ക് ഗൈസ്. ഒരു സാധനം ഇന്നത്തെ എൻ്റെ വ്ളോഗിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഞാൻ തന്നെ പറയാണ്. ഫുൾ ഓട്ടത്തിൽ എന്നിട്ടും പർച്ചേസ് കഴിഞ്ഞില്ല അല്ലേ. 3 ക്ഷീണിച്ചില്ലേ? മൂവി ടൈം. നമ്മൾ മൂവിയൊക്കെ കണ്ട് സമയം 10 മണി കഴിഞ്ഞ്. ഇനി ബസ് കിട്ടുമോ ഒന്നും അറിയില്ല. നമുക്കത് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പക്ഷെ നമ്മൾ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. 10 മണി
ഐസ പാടുണ്ട്, സഞ്ജു പാടുണ്ട്, നാനി പാടുണ്ട്. നല്ല മൂവിയായിരുന്നു കൽക്കി. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എന്താ പറയുക, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഭയങ്കര ലാഗ് ആയിരുന്നു. കണ്ട ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു. ഒന്നുകൂടി കാണാൻ തോന്നില്ലേ ഇത്? ലാസ്റ്റ് ഞങ്ങൾക്ക് ഒന്നാമത് 10 മണിയായിരുന്ന ടെൻഷൻ ആയിപ്പോയി ലാസ്റ്റിലേക്ക്. പക്ഷേ എന്താ പറയുക, ഒന്നുകൂടെ കാണണം എന്നുള്ള ആ ഒരു ഫീൽ. എന്തായാലും ഒരു നേരമുള്ള സമയത്ത് ഒന്ന് കാണണം കഴിച്ചു. ഫിലിമാണെങ്കിൽ 6:40 പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് ഒരു 7:10, 15 ആ ഒരു ടൈമിലാണ്. അതാണ് ഇത്ര ലേറ്റ് ആയിപ്പോയത്. നമ്മൾ ടൈം കണക്കാക്കിയൊക്കെ അപ്പുറമായിരുന്നു.